ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ IFA ഷീൽഡിൽ നടന്ന മത്സരത്തിലൊരു തകർപ്പൻ വിജയമാണ് കരുത്തരായ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് 1-5 ഗോളുകൾക്കാണ് ഗോകുലം കേരളയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സമ്പൂർണ്ണ ആധിപത്യമാണ് മത്സരത്തിൽ മോഹൻ ബഗാൻ പുലർത്തിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആൽബർട്ടോ റോഡ്രിഗസ് അഥവാ 11ാമത്തെ മിനിറ്റിലാണ് ആൽബർട്ടോ റോഡ്രിഗസ് മോഹൻ ബഗാന് ലീഡ് നേടിക്കൊടുത്തത്. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുന്നേ ജാമി മക്ലാരൻ രണ്ടാം ഗോൾ നേടി. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അപ്പൂയ ഒരു സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു. ഇതോടുകൂടി 2-1 എന്ന നിലയിലായി. പക്ഷേ പിന്നീട് ആൽബർട്ടോ റോഡ്രിഗസ് വീണ്ടും ഗോൾ നേടി. പിന്നീട് 54ാമത്തെ മിനിറ്റിലാണ് അവരുടെ സൂപ്പർ താരമായ റോബ്സൺ റോബിഞ്ഞോ ഗോൾ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ ക്ലബിന് വേണ്ടിയുള്ള ആദ്യത്തെ ഗോളാണ് ഇത്. പിന്നീട് മക്ലാരൻ വീണ്ടും ഗോൾ നേടിയതോടുകൂടി 1-5 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ ഇപ്പോൾ ഗോകുലം കേരളയെ പഞ്ഞിക്കിട്ടത്. ഈ മോഹൻ ബഗാനെ ISL ക്ലബ്ബുകൾ ഒന്ന് പേടിക്കേണ്ടി വരും. കാരണം അത്രയധികം സൂപ്പർ താരങ്ങളാണ് അവരുടെ നിരയിൽ ഉള്ളത്. റോബ്സൺ റോബിഞ്ഞോ ബ്രസീലിയൻ സൂപ്പർ താരമാണ്. അദ്ദേഹം കൂടി എത്തിയതോടെ ക്ലബ്ബ് പൂർവാധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിനിടയിൽ വലിയ പ്രതിഷേധങ്ങളാണ് സ്വന്തം ആരാധകരിൽ നിന്നും മോഹൻ ബഗാന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. കാരണം AFC ചാമ്പ്യൻസ് ലീഗ് 2-ൽ നിന്നും അവർ പിൻവാങ്ങിയിരുന്നു. ഇത് ആരാധകരുടെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഭീരുക്കളായ മാനേജ്മെന്റ് എന്നാണ് വലിയ ഒരു ബാനർ സ്റ്റേഡിയത്തിൽ അവർ ഉയർത്തിയിരുന്നത്. വലിയ ചാൻഡുകൾ മുഴക്കുകയും ചെയ്തു. ക്ലബിന്റെ മാനേജ്മെന്റിനോട് പുറത്തു പോകാൻ വേണ്ടി ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നലത്തെ ഗോൾ നേടിയ സമയത്തൊന്നും വലിയ ആഘോഷങ്ങളൊന്നും തന്നെ ഈ ഒരു ക്ലബിന്റെ ആരാധകർ നടത്തിയിരുന്നില്ല. ഏതായാലും മോഹൻ ബഗാൻ ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ക്ലബിന് നേരിടേണ്ടി വരുന്നത്. ഇതിനിടയിലും മികച്ച പ്രകടനമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.